ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ യൂസ് ആക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ ടിപ്സിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പിലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യൊന്ന് ചൂടായി വന്നതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് തേങ്ങ കൊത്തുണ്ടല്ലോ, ശരിക്കും കൊപ്ര തേങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ പച്ച തേങ്ങനേക്കാളും കുറച്ചും കൂടി ഇതായിട്ടുള്ള തേങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത്. അതിനതുപോലെ ചെറിയ പീസായി കൊത്തിയിട്ട് നമ്മൾ അത് ഇതിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് കരിയാതെ നമ്മളിതിനൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് വറുത്താവുന്ന ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് ശർക്കരയും കൂടെ നമ്മളൊന്ന് ഉരുക്കിയെടുക്കാനുണ്ട്. അതായത് ഏകദേശം ഒരു 1/2 കിലോളം അടുത്ത് വരുന്ന ശർക്കര ഞാനിവിടെ ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും വലിയ പീസ് വെച്ചിട്ട് പറയണമെങ്കിൽ, നല്ല വലിയ പീസ് വെച്ച് പറയണമെങ്കിൽ ഞാൻ ഒരു വലിയ 3 പീസ് എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ഗ്ലാസോളം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ മെൽറ്റാവുന്ന സമയം കൊണ്ട് നമ്മൾ 250 ml ഒരു കപ്പിൽ 2 കപ്പ് വറുത്ത അരിപ്പൊടി എടുക്കുന്നുണ്ട്. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 150 ml കപ്പിൽ നമുക്ക് 1 കപ്പ് മൈദ മാവും കൂടി നമുക്കിതിലേക്ക് എടുക്കാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ ഫുള്ളായി തന്നെ റവയും കൂടെ നമുക്ക് എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഒരു പിഞ്ച് അളവിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത്, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു 1/4 ടീസ്പൂണോളം തന്നെ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഇതെല്ലാ പൊടികളും കൂടെ ആദ്യം ഇതുപോലെ ഇത് വെച്ച് യൂസ് ചെയ്തിട്ട് ഒരു സ്പൂൺ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നന്നായി തന്നെ നമ്മളിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഈ ടൈമിൽ നമ്മുടെ ശർക്കര നന്നായി തന്നെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അത് ചൂടോടുകൂടി തന്നെ നമ്മൾ ഫുള്ളായി ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കുറേശ്ശെ നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പോരാ, നമുക്ക് ഭയങ്കര കട്ടിയായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇളം ചൂടുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുണ്ടല്ലോ, അത് നമുക്ക് കറക്റ്റായി വന്നിട്ടുണ്ട്. നമ്മൾ അതും കൂടി നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ ആ നെയ്യും തേങ്ങാക്കൊത്തും എല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഉണ്ണിയപ്പമാണ്. നമ്മൾ ഉണ്ണിയപ്പം നോർമലായിട്ട് ഉണ്ടാക്കുമ്പോൾ പച്ചരി വെള്ളത്തിട്ട് അത് അരച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ അത് ഉണ്ടാക്കുക. അതിനേക്കാളും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരി വെള്ളത്തിട്ട് കുതിർത്ത് ആ ടൈമൊന്നും ഇല്ലാതെ നമുക്ക് വറുത്ത അരിപ്പൊടി മൈദയും ഈ റവയും യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. അതേ നാടൻ ടേസ്റ്റി തന്നെ കേട്ടോ. നമ്മൾ നോർമലായിട്ട് പച്ചരിയൊക്കെ വെള്ളത്തിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു സെയിം ടേസ്റ്റി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. കൂടുതൽ സമയമൊന്നും നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട. മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആക്കിയെടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാരയിൽ 2 ഏലക്കായിട്ട് ഒന്ന് പൊടിച്ചിട്ട് അതും കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വയ്ക്കാം. ഞാനിവിടെ ഒരു അരമണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ കുഴിയപ്പ കല്ലാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി നേരത്തെ തന്നെ നല്ലോണം കഴുകി തുടച്ചൊക്കെ എടുത്ത് വെച്ചതാണ്. എന്നിട്ട് നമ്മളത് അടുപ്പത്ത് വെച്ച് അത് ചൂടായ ശേഷം ഞാനിവിടെ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഫുള്ളായി നെയ്യിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് നെയ്യും അതുപോലെ കുറച്ച് എണ്ണയും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ ഒരു ഏകദേശം ഈ ഒരു കുഴിയിൽ മുക്കാലോളം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാനിവിടെ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലില്ലാതെ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിനകത്ത് വെന്ത് കിട്ടുകയില്ല. പക്ഷെ അത് പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫുള്ളായി ഒഴിച്ചു കൊടുക്കാതെ മുക്കാലോളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് ഗ്ലാസ്സിൽ നിന്ന് നമ്മളിങ്ങനെ പകർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഓരോ തവണ നമ്മൾ മാവ് മുക്കി എടുത്തിട്ട് ഒഴിക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം മാത്രം ഞാൻ ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. നോൺ സ്റ്റിക്ക് ആയത് കാരണം ഇത്രയും എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഫസ്റ്റ് ഇതുപോലെ ഒന്ന് എണ്ണ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ കുറച്ച് മാത്രം ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിന് നല്ല അടിപൊളി ടേസ്റ്റാണ്. നാടൻ ഉണ്ണിയപ്പം
ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റുമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. മക്കളൊക്കെ സ്കൂളിൽ പോയി ഈ വൈകിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും മാവ് അരയ്ക്കാനും ഒക്കെ മടിയുള്ളവർക്കൊക്കെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മളിത് എല്ലാ സൈഡും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാതെ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു കളറോട് കൂടി തന്നെ നമുക്കിതാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നെയ്യൊക്കെ ഒഴിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മളിതുപോലെ ഒരു അരിപ്പയിലോട്ട് ഇട്ടിട്ട് ആ എണ്ണയെല്ലാം വാർന്നതിന് ശേഷം മാത്രം നമ്മളൊരു ബോക്സിലാക്കി സൂക്ഷിച്ചാൽ മതിയാവും. നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഒരു 3-4 ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട്, നമുക്ക് പുറത്ത് തന്നെ ഫ്രിഡ്ജിനകത്തൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചാലും നമുക്ക് സൂക്ഷിക്കാനായിട്ടും നമുക്ക് ഉപയോഗിക്കാനായിട്ടും അത് യാതൊരു കേടും ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഉണ്ണിയപ്പം എല്ലാം തന്നെ ആദ്യം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ അടുത്തതും നമുക്ക് ഓരോന്ന് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അതിന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ആവശ്യം അനുസരിച്ച് മാത്രം ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള മാവ് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് പിന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ. ഇത് കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സൈഡെല്ലാം തന്നെ നല്ല ക്രിസ്പി ആയിട്ടും അതിനകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാടൻ ഉണ്ണിയപ്പം ഇതേണ്ടോ റെഡിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത നല്ലൊരു ടിപ്പിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കുഞ്ഞമത്തി, അതായത് ചെറിയ പൊടി മത്തിയൊക്കെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ. പക്ഷെ ഇത് നേരാക്കി എടുക്കാൻ കുറേ സമയമെടുക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെതമ്പലും ഒക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇത് വാങ്ങിക്കൊണ്ടുവന്ന ഉടനെ കുറച്ച് നല്ലോണം ഒരു കൈപ്പിടി അളവിൽ കല്ലുപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അത് നമ്മൾ വയ്ക്കുമ്പോൾ ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതിയാവും കേട്ടോ. ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് പിന്നെ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മളത് എടുത്തിട്ട് അതിൻ്റെ ചെതമ്പലൊക്കെ കളയണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ചെതമ്പൽ കളയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മീനൊക്കെ പെട്ടെന്ന് നേരാക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ മത്തിയും ചെതമ്പലുള്ള മീനൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ചായപ്പൊടിയിൽ നമ്മൾ ഷാമ്പു ഇട്ടിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചായപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ഏത് ഷാമ്പു ആണോ യൂസ് ചെയ്യുന്നത് അത് ഞാൻ കുറച്ച് ശരിക്കും 1 ടേബിൾ സ്പൂണോളം തന്നെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. പുളിച്ച കഞ്ഞിവെള്ളമൊന്നും അല്ല, നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം. ഇപ്പോൾ വൈകിട്ടാണ് ഇപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ആ കഞ്ഞിവെള്ളം തന്നെ നമുക്ക് ആവശ്യം അനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 1.5 ഗ്ലാസോളം ഞാനിപ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ഉലുവ പൊടി ഉണ്ടല്ലോ, ഞാനിപ്പോൾ വെയിലത്ത് വെച്ച് പൊടിച്ചെടുത്തിട്ടുള്ള ഉലുവയാണ് കേട്ടോ. നമ്മൾ ചൂടാക്കി എടുത്തിട്ടുള്ള ചീനച്ചട്ടിയിലിട്ട് ചൂടാക്കി എടുത്തതൊന്നുമല്ല, വെയിലത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉലുവ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉലുവ ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. പിന്നെ നമ്മൾ അതേപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ കരിഞ്ചീരകവും 1 പിടി അളവിൽ കറിവേപ്പിലയും കൂടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മൈലാഞ്ചി ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മൈലാഞ്ചി ഇലയും 1 പിടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ലോ ആക്കി വെക്കുക. എന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. പെട്ടെന്ന് എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ കഞ്ഞിവെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് അരി എടുത്താലും മതിയോട്ടോ. അരി നന്നായി ഒന്ന് കഴുകിയിട്ട് അരി അതിലിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉലുവയും നല്ലോണം കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് സമയം കുതിർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താലും മതിയാവും. ഇപ്പം ഞാൻ പൊടിയുള്ളത് കാരണം പൊടിയും കഞ്ഞിവെള്ളം, അരിക്ക് പകരം കഞ്ഞിവെള്ളവും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കൂടെ ആക്കിയിട്ട് നമ്മളിത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളിതിനൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുത്തിട്ട് നമ്മൾ ഇതൊരു കുപ്പിയിലാക്കി സ്പ്രേ ബോട്ടിൽ നല്ല ചൂടാറിയതിന് ശേഷം സ്പ്രേ ബോട്ടിലാക്കി അല്ലെങ്കിൽ ഒരു കുപ്പിയിലാക്കി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ 2-3 ദിവസമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ കുളിക്കാൻ പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ മുമ്പ് നമ്മുടെ തലയിൽ ശരിക്കും തലയോട്ടിയിലൊക്കെ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി പൊട്ടിപ്പോകുന്നത്, അതുപോലെ തലയിൽ താരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, മുടി നരച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മുടി നാച്ചുറൽ കളർ കിട്ടാനായിട്ട് ആയിട്ടും അതുപോലെ തന്നെ മുടി നല്ലോണം കളറോടുകൂടി വളരാനും നമുക്ക് മുടി പൊട്ടിപ്പോകുന്നത് മുടിയുടെ നല്ല സ്ട്രോങ് ആവാനും പാക്കൂട്ടോ. ഇത് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിങ്ങനൊരു സൊല്യൂഷൻ ഇതുപോലെ ഒരു കുപ്പിയിൽ നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മുടിയിൽ ഹെന്നയൊക്കെ അപ്ലൈ ചെയ്യുമല്ലോ. ഹെന്നയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ നമുക്ക് മിക്സിങ് ആക്കിയിട്ട് വെള്ളമൊക്കെ ചായപ്പൊടിയുടെ വെള്ളമൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെന്നയൊക്കെ മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് വളരെ നല്ലതാണ്. അതുപോലെ മുടിയിൽ താരം പോവില്ല, മുടി കൊഴിച്ചൽ നിർത്താൻ പറ്റും. അതുപോലെ മുടി നല്ല സ്ട്രോങ് ആവും, പൊട്ടിപ്പോവില്ല, നല്ല കളർ
കളർ കിട്ടാനും ഒക്കെ ഹെൽപ്പ് ആക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന കഞ്ഞിവെള്ളം യൂസ് ചെയ്തിട്ട് ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത്. ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.